നമസ്കാരം. അമേരിക്കയുടെ ആകാശത്ത് കണ്ട ഡ്രോണുകളെ ചുറ്റിപ്പറ്റി ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ പല വിധത്തിൽ. റഷ്യൻ ഡ്രോണുകളാണ് അമേരിക്കയുടെ ആകാശത്ത് ചുറ്റിത്തിരിയുന്നത് എന്ന പ്രചരണത്തിന് പിന്നാലെ ഇപ്പോൾ പുതിയ തിയറികളാണ് വരുന്നത്. അമേരിക്കയും ബ്രിട്ടനിലും പലയിടങ്ങളിലായി സംശയാസ്പദ സാഹചര്യത്തിൽ ഡ്രോണുകൾ കണ്ടുവെന്നാണ് റിപ്പോർട്ടുകൾ. ഇത്തരം പ്രചരണങ്ങൾ അമേരിക്കയിൽ ആശങ്ക വിതയ്ക്കുകയാണ്. അമേരിക്കയിൽ വളരെ പ്രചാരമുള്ള ബ്ലൂ ബീം ഗൂഢസിദ്ധാന്തവാദികൾ ഇതിന് വലിയ പ്രചാരം കൊടുത്തു. ഇതോടെ പലയിടത്തും ആളുകൾ പരിഭ്രാന്തരായി മാറി. വിഷയം അമേരിക്കൻ മാധ്യമങ്ങളിലെല്ലാം ചൂടുള്ള വിഷയമായി മാറിക്കഴിഞ്ഞു. ഡ്രോണുകൾ കണ്ടത് വിവരിക്കുന്ന ആളുകൾ കൂട്ടത്തോടെ എത്തുകയാണ്. ഇവർ മാധ്യമങ്ങൾക്ക് അഭിമുഖങ്ങളും നൽകിയതോടെ വിഷയം വലിയ പ്രശ്നമായി മാറിയിരിക്കുകയാണ്. ന്യൂജേഴ്സി, വാഷിംഗ്ടൺ DC, ന്യൂയോർക്ക്, മസാച്യൂസെറ്റ്സ്, കാലിഫോർണിയ, ഫ്ലോറിഡ, വ്യോമിംഗ്, മെരിലാൻഡ് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നാണ് കൂടുതലായും ഡ്രോണുകളുടെ സംശയകരമായ പറക്കൽ ആളുകളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ചിലർ ഇത് സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ചതോടെ കൂടുതൽ സ്ഥലങ്ങളിൽ നിന്ന് കൂട്ടത്തോടെ പറക്കുന്ന ഡ്രോണുകളെക്കുറിച്ചും SUV വലുപ്പത്തിലുള്ള ഡ്രോണുകളുടെ ദൃശ്യങ്ങളും പിന്നാലെ എത്തി. ഇതിന് പിന്നാലെയാണ് ഗൂഢസിദ്ധാന്തവാദികൾ ഇത് പ്രോജക്ട് ബ്ലൂ ബീമിൻ്റെ ഭാഗമാണെന്ന വാദവുമായി രംഗത്ത് വന്നത്. ഇതോടെ ആളുകളാകെ പരിഭ്രാന്തരായി. 1990കളിലാണ് അമേരിക്കയിൽ പ്രോജക്ട് ബ്ലൂ ബീം എന്നൊരു പദ്ധതി സർക്കാരിൻ്റെ പക്കലുണ്ടെന്ന വാദം ഉയർന്നു വരാൻ തുടങ്ങിയത്. ബഹിരാകാശ സംഭവങ്ങളുടെ പിൻബലത്തിൽ മാനവരാശിയെ നിയന്ത്രിക്കാനുള്ള പദ്ധതി എന്നാണ് ബ്ലൂ ബീമിനെക്കുറിച്ച് വാദിക്കുന്നവർ പറയുന്നത്. ലോകത്ത് നിലവിലുള്ള എല്ലാ മത സംവിധാനങ്ങളും തകർത്ത് ഒറ്റ മതം കൊണ്ടുവരിക, എല്ലാ രാജ്യങ്ങളെയും ചേർത്ത് ലോകത്ത് ഒറ്റ രാജ്യം മാത്രം ഉണ്ടാക്കുക, ആഗോളതലത്തിൽ തന്നെ പരമ്പരാഗത കുടുംബഘടനയെ പൊളിച്ചെഴുതുക തുടങ്ങിയവയൊക്കെയാണ് ബ്ലൂ ബീമിൻ്റെ ഭാഗമായി നടക്കുക എന്നാണ് ഇത്തരമൊരു പദ്ധതിയുണ്ടെന്ന് വാദിക്കുന്നവർ പറയുന്നത്. ഈ ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടി അത്ഭുതകരമായ സംഭവങ്ങളെ വിനിയോഗിക്കുമെന്നാണ് ഇവർ പറയുന്നത്. ഇത്തരം ഗൂഢസിദ്ധാന്തവാദികളുടെ പ്രചാരണം കൊഴുത്തതോടെ സാമൂഹ്യ മാധ്യമങ്ങളിലാകെ പരിഭ്രാന്തി പരന്നു. രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ ഒരേ സമയം സമാനമായ രീതിയിലുള്ള ഡ്രോണുകളുടെ സാന്നിധ്യം ചർച്ചയായതിനോട് അമേരിക്കൻ ഭരണകൂടം വിശദീകരിക്കാത്തതും അഭ്യൂഹങ്ങൾക്ക് ബലം നൽകി. നേരത്തെ ബ്രിട്ടനിലുടനീളം സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഉടനെ തന്നെ റഷ്യ ഡ്രോൺ നിരീക്ഷണം നടത്തിയേക്കാമെന്ന് ബ്രിട്ടീഷ് ഇന്റലിജൻസ് തലവൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു. കഴിഞ്ഞ മാസം അമേരിക്കൻ എയർഫോഴ്സ് ഉപയോഗിക്കുന്ന 3 എയർബേസുകൾക്ക് മുകളിൽ ദുരൂഹമായ സാഹചര്യത്തിൽ ചില ഡ്രോണുകൾ കണ്ടെത്തിയിരുന്നു. സഫോക്കിലെ RF ലെക്കൻഹീദിനും മിൽഡൻ ഹാളിന് മുകളിലും നോർഫോക്കിലെ RF ഹെൽവിൻഡ്വാളിന് മുകളിലുമാണ് മനുഷ്യനിയന്ത്രിതമല്ലാത്ത പറക്കുന്ന ഡ്രോണുകൾ പല ദിവസങ്ങളിലായി കണ്ടെത്തിയത്. സംഘടിതമായ ഒരു പ്രവർത്തനമാണ് ഇതിന് പുറകിലെന്നാണ് വായുസേന പറയുന്നത്. സമാനമായ രീതിയിൽ ഡ്രോൺ അധിനിവേശം അമേരിക്കൻ ന്യൂജേഴ്സിക്ക് മുകളിലും കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. അമേരിക്കൻ സൈന്യത്തിൻ്റെ പിക്കാറ്റിനി ആർസനലിന് ചുറ്റുമായിരുന്നു അജ്ഞാത പറക്കും വാഹനങ്ങൾ വട്ടമിട്ട് പറന്നത്. അമേരിക്കയുടെ CCDC ആർമമെന്റ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ്. യുക്രൈന് നൽകുന്ന ആയുധങ്ങളുടെ നിർമ്മാണ വിതരണ ശൃംഖല പ്രവർത്തിക്കുന്നതും ഇവിടെയാണ്. സാധാരണ കാറിന്റെ വലുപ്പമുള്ള ഒന്നിലധികം ഡ്രോണുകളാണ് ഇവിടെ നവംബർ മധ്യത്തിൽ കറങ്ങിത്തിരിഞ്ഞത്. ചിലപ്പോൾ കൂട്ടമായും ചിലപ്പോൾ ഒറ്റയ്ക്കും എത്തുന്ന ഇവ ചില സന്ദർഭങ്ങളിൽ ഒരേ സ്ഥലത്ത് തന്നെ മണിക്കൂറുകളോളം നിശ്ചലമായി നിന്നിട്ടുണ്ട്. പിന്നീട് ഇവ ന്യൂയോർക്ക്, ടെക്സാസ്, ഒക്ലഹോമ എന്നിവിടങ്ങളിലും എത്തിച്ചേർന്നു. ഈ ഡ്രോണുകളെ സംബന്ധിക്കുന്ന വിശദാംശങ്ങൾ ഇനിയും ലഭ്യമായിട്ടില്ലെങ്കിലും അമേരിക്കയും ബ്രിട്ടനും വിരൽ ചൂണ്ടുന്നത് റഷ്യയ്ക്കും പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും നേരെയാണ്. അതിനിടയിലാണ് റഷ്യൻ രഹസ്യാന്വേഷണ സംഘങ്ങൾ ബ്രിട്ടന്റെ വ്യോമാതിർത്തിക്കുള്ളിൽ പുതിയ ഒരു നിര അധിനിവേശങ്ങൾക്ക് ശ്രമിക്കുന്നുവെന്ന് ഒരു മുൻ ബ്രിട്ടീഷ് രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തിയത്. അതിനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ലെന്നും ആ ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തി. അതേസമയം ഇത്തരം പ്രചാരണങ്ങൾക്ക് പിന്നിൽ കൂടുതലും നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പിന്തുണയ്ക്കുന്നവരാണ്. സർക്കാർ അറിയാതെ ഇത് സംഭവിക്കില്ലെന്ന് ട്രംപ് പറഞ്ഞതോടെ അതിന് ബലമേറുകയും ചെയ്തു. ഇനി ഇത്തരം ഡ്രോണുകൾ കണ്ടാൽ വെടിവെച്ചിടാൻ ജനങ്ങളോട് ട്രംപ് ആഹ്വാനം ചെയ്യുകയും ചെയ്തു. ഡ്രോൺ വിഷയം രാജ്യസുരക്ഷയെ ബാധിക്കുന്നതല്ലെന്ന് പെന്റഗൺ പറഞ്ഞെങ്കിലും അതിന് പിന്നിൽ ആരാണെന്നും എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്നും വിശദീകരിക്കാൻ അവർക്കായില്ല. കാറിന് വലിപ്പമുള്ള ഡ്രോണുകൾ കണ്ടെന്ന് ചിലർ റിപ്പോർട്ട് ചെയ്യുന്നു. അതേസമയം ന്യൂജേഴ്സി പോലീസ് പറയുന്നത് ഇത്തരത്തിലുള്ള ഡ്രോണുകളെ മുമ്പ് ഒരിക്കലും കണ്ടിട്ടില്ലെന്നാണ്. പ്രകാശമോ തീയോ ചൂടോ ഒന്നും അതിൽ നിന്നും പുറത്തു വരാത്തതിനാൽ തന്നെ റഡാറുകളിൽ വ്യക്തമായി തെളിഞ്ഞില്ലെന്ന് പോലീസ് പറയുന്നു. ചിലർ ഇതിനെ അന്യഗ്രഹ ജീവികളുമായി ബന്ധപ്പെടുത്തിയും വാദങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട്.